ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. ഗൾഫുകാർക്ക് എപ്പോഴും അറിയേണ്ട ആയത്താണിത്, ഹദീസാണിത്. പ്രവാസികൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ വളരെ ഗ്രീഡി ആയി പോകാറുണ്ട്. അത്യാഗ്രഹം, ഭയങ്കര അത്യാഗ്രഹം. എനിക്ക് അത്ര ആയാലോ, ഇത്ര കിട്ടിയില്ലല്ലോ, ഇതും കിട്ടാത്തവരിവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം. ജോലി തെരഞ്ഞു നടക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കല്ല. ജോലി അന്വേഷിച്ചിട്ട് വരാൻ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ, മെഡിക്കൽ ഫെയിലാകുന്ന ആളുകൾ എത്ര ഉണ്ട്? എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, മെഡിക്കൽ ഫെയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ എപ്പോഴും നമ്മളെക്കാളും താഴെയുള്ള ഒരാൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവരിലേക്ക് നോക്കി, അപ്പോഴാണ് നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. വദാലിക വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ, എന്തെങ്കിലും ആർഭാടങ്ങൾ, രാജാക്കന്മാരുടെ ആർഭാടങ്ങളോ എന്തെങ്കിലും പ്രകടനങ്ങളോ കണ്ടാൽ ഉടനെ വീട്ടിലേക്ക് കയറി ഈ ആയത്തോതി ഇരിക്കുന്ന വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു നൽകുന്ന ഭക്ഷണം അത് ഖൈറാൻ, അതെന്നും ശേഷിക്കുന്നതാണ്. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വീട്ടുകാരോടും നിങ്ങളും നിസ്കാരം നിലനിർത്തി, ക്ഷമിച്ച് നിലനിർത്തി പോരേണമേ എന്ന ആയത്തോതി ബഹുമാനപ്പെട്ടവർ പറയും അസ്വലാ യർഹമുക്കുമുല്ലാഹ്, വേഗം നിസ്കരിക്കിൻ. മുതലാളിമാരുടെ പളവളപ്പ് കാണുമ്പോ, അവരുടെ ആർഭാടത്തിന്റെ ആ ഒരു പ്രകടനങ്ങളൊക്കെ കാണുമ്പോ വേഗം വീട്ടിലേക്ക് കയറി വാതിലടച്ചിട്ട്, പടച്ചോനെ ഇവർക്ക് നീ കൊടുത്ത ഈ ആർഭാടങ്ങൾ ഞാൻ നോക്കി നിന്നാൽ പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി അങ്ങനെ പറയാറുണ്ട്. അല്ലാമ ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് കാലം രാജാക്കന്മാരുടെ കൂടെ ജീവിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കൊല്ലം ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി. സഹബ്തുൽ അഗ്നിയാ ഫലം അറ അഹദൻ അക്സറ ഹമ്മൻ മിന്നി. മുതലാളിമാരുടെ കൂടെ ജീവിച്ചിട്ട് എന്നെ പോലെ ടെൻഷൻ അടിച്ച ഒരവസ്ഥ ഒരാൾക്കും ലോകത്തുണ്ടായിട്ടുണ്ടാവില്ല. മുതലാളിമാരുടെ പി എമാരൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ ആളുകളുടെ കൂടെ ജീവിക്കുന്നവര്, അവരെ പോലെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാവില്ല. ഇബ്നു ഔൻ തങ്ങൾ പറയാ, ഞാൻ പിന്നെ സുഹൈബത്തുൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ കൂടെ കുറെ കാലം ജീവിച്ചു. അപ്പോഴാണ് ഫസ്തറഹ്തു, എനിക്ക് കിട്ടിയ ഒരു സമാധാനം വല്ലാത്ത സമാധാനമായിരുന്നു. മുതലാളിമാരുടെ കൂടെ പടച്ചോനെ ഇതൊക്കെ മുതലാളിക്കോ, ഈ പൈസ ഒക്കെ മുതലാളിൻ്റെതോ, ഇവൻ ATM ഇടാൻ പറഞ്ഞേക്ക, ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്ക, പടച്ച റബ്ബേ ഇത്രയും പൈസ, ഇതിന് എന്തെങ്കിലും ഒരു കുറച്ച് കിട്ടിയാൽ ഞാൻ എൻ്റെ കുട്ടികളെ രക്ഷപ്പെട്ടു പോയേനെ. ഇങ്ങനെ നിരന്തരം മുതലാളിമാരുടെ പൈസ ഇങ്ങനെ കാണുമ്പോ കൂടെ നടക്കുന്നവന് അസൂയയും വിഷമവും സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പാവപ്പെട്ടവന്റെ കൂടെ നടന്നാൽ നിങ്ങളെക്കാളും കഷ്ടത്തിലാണ് അവരെന്ന് കാണുമ്പോ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരുടെ നിഅമത്തിലേക്ക് കണ്ണെത്തിയുള്ള ആ ഒരു നോട്ടം ചെയ്യരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ അക്റഹു അൻ അറാ മൻ യഅസില്ലാഹ് വലാ അസ്തതിഉ അൻ ഉഗയ്യിറ അലൈഹി. അല്ലാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ അവരുടെ ആർഭാടങ്ങളും സുഖസൗകര്യങ്ങളും കാണുന്നത് എനിക്ക് വെറുപ്പാണ്. കാരണം അത് തിരുത്തി കൊടുക്കാൻ പറ്റില്ല, അത് പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല, അതുകൊണ്ട് എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ മഹാന്മാർ, മുഹമ്മദ് ബിൻ സുലൈമാൻ തങ്ങളെ പോലെയുള്ള ആളുകൾ. ഇദാ ജാഅത്തി ദുനിയ ഇലൽ ഖൽബി തറഹലത്തിൽ ആഖിറതു ബിദ്. വല്ലാത്തൊരു വാക്കാണ് മഹാനായ അബൂ സുലൈമാൻ ദാറാനി റഹ്മഹുല്ലാഹ് പറഞ്ഞ വളരെ അത്ഭുതകരമായ ഒരു വാക്കാണ്. ദുനിയാവ് മനസ്സിലേക്ക് വന്നാൽ ആഖിറം അവിടുന്ന് പോകും. പൈസയാണ് വേണ്ടത് എന്ന ചിന്ത മനസ്സിലേക്ക് വന്നാൽ ആഖിറം അവിടുന്ന് ഇട്ടേച്ചു പോകും. ഖൽബിൽ ആദ്യമേ ദുനിയാവുണ്ടെങ്കിൽ ആഖിറം അങ്ങോട്ട് വരികയുമില്ല. കാരണം എന്താണെന്നറിയോ? ആഖിറത്തിന്റെ വിഷയം അള്ളാഹുവിന്റെ അടുത്ത് വിലപ്പെട്ടതാണ്. ദുനിയാവ് നിസ്സാരമാണ്. നിസ്സാരമായിടത്തേക്ക് വിലപിടിപ്പുള്ള ആഖിറം വരികയില്ല. മനസ്സിൽ ആഖിറത്തിന്റെ മനസ്സിൽ പൈസയുടെ ചിന്തയാണ് കിടക്കുന്നതെങ്കിൽ ആഖിറം അങ്ങോട്ട് കടന്നു വരൂല. ആഖിറം ഖൽബിലുണ്ട്, ഇപ്പോഴാണ് പൈസയുടെ മോഹം തോന്നിയത് എങ്കിൽ പൈസ വരും, ആഖിറം തിരിച്ചു പോകും. രണ്ടും കൂടെ ഒരുമിച്ച് ഖൽബിൽ ഉണ്ടാവില്ല എന്ന് മഹാനായ ആലിമും ആരിഫു ബില്ലാഹി ആയിരുന്ന അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല പെണ്ണായിരുന്നു, നല്ല ഭാര്യയായിരുന്നു.
അബൂ മുസ്ലിമിൽ ഖൗലാനി റഹ്മഹുല്ലാ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. മുആവിയ തങ്ങളുടെ വളരെ അടുത്ത ആളാണ്. പക്ഷെ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. ഭാര്യയ്ക്ക് സന്തോഷം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അവര് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ മുറ്റത്തെത്തിയാൽ പറയും അല്ലാഹു അക്ബർ. അത് കേട്ട് ഭാര്യ വീട്ടെന്ന് പറയും അല്ലാഹു അക്ബർ. വരാന്തയിലേക്ക് കയറിയാൽ അദ്ദേഹം പറയും സുബ്ഹാനല്ലാഹ്, ഭാര്യ പറയും സുബ്ഹാനല്ലാഹ്. വാതിൽക്കലെത്തിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും, ഭാര്യ സലാം അടക്കും. വാതിൽ തുറക്കും, ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ വലിയ സംഭവമാണ് വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ. കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അവർ വർത്തമാനം പറയും, സന്തോഷത്തോടെ അവർ കിടന്നുറങ്ങും. നല്ല റാഹത്തുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു ദിവസം വന്നപ്പോ തക്ബീർ ചൊല്ലി ഒരു മറുപടിയും വരുന്നില്ല, സുബ്ഹാനല്ലാഹ് ചൊല്ലി മറുപടിയില്ല, സലാം പറഞ്ഞിട്ട് മറുപടിയില്ല. വാതിൽ തുറന്നു നോക്കും, പെണ്ണിനെ കാണാനായില്ല വീടിന്റെ ഉള്ളിൽ. നോക്കുമ്പോ ഏതോ ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്ത് പറ്റി, എന്തേ ഈ മാറ്റം എന്ന് ചോദിച്ചു. വല്ലാത്തൊരു മാറ്റാണല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്ത ആളല്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയല്ലേ, ഖലീഫയോട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊരു വേലക്കാരിയെ തരൂലേ, നിങ്ങൾ എന്താ ചോദിക്കാത്തത്, ഞാൻ ഈ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പ പിടികിട്ടി ഇവൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണിത്. അങ്ങനെ കൈയുയർത്തി ഒരൊറ്റ ദുആ, ദുആയിരുന്ന ഉത്തരം കിട്ടുന്ന അല്ലാഹുമ്മ അഅമി ബശറ മൻ ഖബ്ബബ ഇംറഅതി, എന്റെ പെണ്ണിനെ കേടുവരുത്തിയ പെണ്ണ് ആരാണോ അവരുടെ കണ്ണിന്റെ കാഴ്ച എടുത്തു കൊണ്ടുപോ പടച്ചോനെ. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹിയുടെ ദുആ. 4 വീട് അപ്പുറത്തൊരു പെണ്ണിരിക്കുന്നുണ്ട്. ഓള് ചോദിച്ചു, ആരവിടെ വിളക്കൂതിയത്? ഇപ്പൊ വിളക്കൂതിയതല്ലല്ലോ, വിളക്ക് കത്തുന്നുണ്ടല്ലോ, കണ്ണുപോയതാ. ആ സെക്കൻഡിൽ കാഴ്ച നഷ്ടപ്പെട്ടു. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പെണ്ണിന് അപ്പം മനസ്സിലായി, ഇത് അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ പ്രാർത്ഥന എനിക്ക് ഫലിച്ചതാ. നേരെ ഇറങ്ങി വന്നു, കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അബൂ മുസ്ലിം അൽ ഖൗലാനി പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് മാപ്പ് തരണം. ഞാനത് വന്ന് പറഞ്ഞത് നിങ്ങളുടെ പെണ്ണിനോട്, നിങ്ങൾ എന്തിനായി കഷ്ടപ്പാടൊക്കെ, നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാ കിട്ടുമല്ലോ കുറച്ച് പൈസയൊക്കെ, ഭർത്താവ് എന്താ ചോദിക്കാത്തത്? അങ്ങനെ ഉണ്ടാവും. പല പെണ്ണൊക്കെ ചോദിക്കും, വലിയ അടുത്ത ആളല്ലേ മറ്റേ മുതലാളി എന്ന് ചോദിച്ചൂടെ, ഒരു ജോലിക്ക് മോന്റെ ഒരു സീറ്റിന്. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ പെണ്ണുങ്ങൾ പിരികയറ്റുമ്പോ ബാക്കി പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, നാശമായി പോവാണ്. എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെയാ, ഒരുമിച്ച് നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിച്ചിരുന്ന പെണ്ണുങ്ങളുടെ ഗൾഫിൽ വന്നിട്ട് ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയോ മറ്റോ ചെയ്തിട്ട് നന്നാവുന്നവരുണ്ട്, കേടുവരുന്നവരുണ്ട്. അച്ഛന്റെ ദത്തമ്മയുടെ കഥ പറഞ്ഞില്ലേ, അച്ഛന്റെ ദത്തമ്മ, പള്ളിയിലച്ഛന്റെ ദത്തമ്മേ വല്ലാതെ തെറി പറയാൻ തുടങ്ങി. ഭയങ്കര മോശമായിപ്പോയി. എങ്ങനെയുണ്ടല്ലോ മൂല്യന്മാരെ മക്കളൊക്കെ, കൊച്ചു മക്കളൊക്കെ വല്ലാത്ത വർത്താനം പറഞ്ഞാൽ വടച്ചറമ്പ മാനം കെടൂലേ. അച്ഛന്റെ തത്ത എന്ത് ചെയ്തു, വല്ലാത്ത തെറി പറയാൻ തുടങ്ങി. ആരോ പഠിപ്പിച്ചതാണ്, തത്ത വർത്താനം പറയാലോ. ഒരാളുടെ അച്ഛൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ അപ്പൊ തീരുമാനിച്ചു, എന്ത് ചെയ്യാ, ഇന്റെ ഈ തത്തനെ, അച്ഛൻ്റെ അടുത്തൊരു തത്തണ്ടല്ലോ, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പാർപ്പിച്ചാൽ ശരിയായി കിട്ടുമെന്ന്. പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വന്നു നോക്കുമ്പോ പൂരത്തെറിയാൻ തത്ത പറയാൻ തുടങ്ങിയത്. വിചാരിച്ചു നന്നാവുമെന്ന്. അപ്പൊ അച്ഛന്റെ അച്ഛൻ്റെ അടുത്ത് അതിലും വലുതാണുള്ളത്. കൂടെ കഴിയുന്ന സമയത്ത് കേടുവരുന്ന അവസ്ഥകൾ വരും. ഇങ്ങനെയാണ് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്റെ മാപ്പിളക്ക് ഇത് കിട്ടിയല്ലോ, എന്റെ മാപ്പിളക്ക് എന്താ ഒന്നും അറിയില്ലേ, ഒരു കൗശലമല്ലേ. അല്ലാഹുമ്മ ആമി ബശറ മൻ ഖബ്ബബ ഇംറഅതി, എന്റെ പെണ്ണിനെ ആരാണോ നശിപ്പിച്ചത് അവളുടെ കണ്ണിന്റെ കാഴ്ച നീ കൊണ്ടുപോകണമേ. പെണ്ണ് വന്ന് കരഞ്ഞപ്പോ അബൂ മുസ്ലിം അൽ ഖൗലാനി ദുആ ചെയ്തു, പടച്ചവനെ കൊടുത്തേക്ക് കണ്ണിന്റെ കാഴ്ച. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് നടന്നുപോയ പെണ്ണാണത്. വന്നത് കൈപിടിച്ചിട്ടാണ്, തിരിച്ചു പോയത് കണ്ണോട് കണ്ണു. അങ്ങനത്തെ മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ദുനിയാവിലേക്കുള്ള ഈ നോട്ടം, അവൻ അതുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഇതുണ്ടല്ലോ, അത് എനിക്കും വേണല്ലോ എന്നുള്ള ഒരു നോട്ടം, അന്നദറത്തുൽ മുഹറമ, കണ്ണുകൊണ്ട് ഹറാമായ നോട്ടമാണത്.